ഓക്കെ. ഹലോ എവരിവൺ. അപ്പൊ നമ്മള് ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്. അതായത് പേ ബാക്ക് പീരീഡ് എത്ര ദിവസത്തിനകം. ഇപ്പൊ നമ്മൾ ഇന്നലെ ഇൻവെസ്റ്റ്മെന്റാ പഠിച്ചത് അല്ലെ? ഇപ്പൊ ഞാൻ പറയാം, ഒരു മിനിറ്റ്. ഇപ്പോ നമ്മൾ എന്താ പഠിച്ചത്? ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്നലെ പഠിച്ചത്. അതായത് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ, ഒരു ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ അപ്രൈസ് ചെയ്യാം. അപ്പൊ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. അതായത് ഇപ്പോ ഞാനൊരു ഇൻവെസ്റ്റർ, എനിക്ക് എന്ത് ചെയ്യണം? ഞാനൊരു പൈസ ഇപ്പൊ ഇട്ടു. ഒരു ഒരു 80,000 രൂപ തന്നെ ഇട്ടു. ഈ 80,000 രൂപ എത്ര ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു കിട്ടും എന്ന് അറിയണം. അതാണ് പേ ബാക്ക് പീരീഡ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ 80,000 ഇട്ടിട്ട് ഇപ്പൊ ഞാൻ ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിൽ സീറോ. ഇന്നാണ് ഞാൻ 80,000 ഇടണേ. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ. ഇങ്ങനെയാണ് എനിക്ക് റിട്ടേൺ കിട്ടണേ. എത്ര കിട്ടുണ്ടായേ? 20,000 ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ. അതുപോലെ 30,000 ആയിരുന്നു സെക്കൻഡ് ഇയറിൽ. പിന്നെ 40,000 ആയിരുന്നു തേർഡ് ഇയറിൽ. ലാസ്റ്റ് ഇയറിൽ വരുമ്പോൾ 20,000. ഓക്കെ. അപ്പോ ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് റിട്ടേൺസ് ആണ്. ഈ 80,000 ഞാൻ ഇറക്കിയിട്ട് എനിക്ക് എത്ര വർഷം കൊണ്ട് ഈ 80,000 തിരിച്ചു കിട്ടുന്നു. അപ്പൊ ഒന്ന് ഓർഡിനറി കേസിൽ നോക്കാന്ന് വെച്ചാൽ 20,000 കിട്ടി, പിന്നെ 30,000 കിട്ടി. ഇപ്പൊ ടോട്ടൽ എത്ര രൂപ കിട്ടി? 50,000 കിട്ടി. പിന്നെ തേർഡ് ഇയർ വന്ന് പിന്നെ 40,000 കിട്ടി. അപ്പൊ ടോട്ടൽ എനിക്ക് എത്ര കിട്ടി? 90,000 കിട്ടി. അതായത് ഇൻക്രിമെന്റൽ ആയിട്ട് എനിക്ക് 90,000 കിട്ടി. എനിക്ക് എത്ര അറിഞ്ഞാൽ മതി? പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോൾ, ഏത് വർഷം അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞ് എനിക്ക് എന്റെ 80,000 കിട്ടുമെന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ. പക്ഷെ എനിക്ക് ഇവിടെ ഇപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് 3 എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ 3 ഇയേഴ്സ് കൊണ്ടാണ് എന്ത് കിട്ടണത്? 90,000 കിട്ടണത്. അപ്പൊ എനിക്ക് 3 എന്ന് പറയാൻ പറ്റില്ല. റീസൺ എന്താ? 3-ൽ എനിക്ക് 90,000 കിട്ടുന്നുണ്ട്. എനിക്ക് എന്തിന്റെ കാര്യം അറിഞ്ഞാൽ മതി? 80,000 കാര്യം അറിഞ്ഞാൽ മതി. എന്താ വെച്ചാൽ എനിക്ക് ഞാൻ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ റിസ്ക് ഒന്നും എടുക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പൊ ഞാൻ ഇറക്കണ പൈസ എനിക്ക് എത്ര ദിവസം കൊണ്ട് തിരിച്ചു കിട്ടും അറിയണം. അതാണ് ഈ പേ ബാക്ക് പീരീഡിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ. അതായത് ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ ലിക്വിഡിറ്റി, അതായത് കയ്യിലെപ്പോ തിരിച്ച് പൈസ കിട്ടുമെന്ന് അറിയണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്. 2 വർഷത്തിൽ എത്ര കിട്ടും? 50,000 കിട്ടും അല്ലെ? 2 വർഷം കൊണ്ട് 50,000 കിട്ടും. ഓക്കെ. ഞാനിവിടെ എഴുതി വെച്ചു. 2 വർഷം കൊണ്ട് എത്ര കിട്ടും? എനിക്ക് 50,000 കിട്ടും. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ ഇയർ ആയപ്പോ അത് 90,000 ആയി. ഓക്കെ. ഇനി എനിക്ക് എത്ര കിട്ടാനുണ്ട്? അതായത് എനിക്ക് 80,000 ആവണമെങ്കിൽ എനിക്ക് എത്ര കൂടി കിട്ടണം? 30,000 കൂടി കിട്ടണം. എന്നാലാണ് 80,000 ആവുള്ളൂ. അതിന് പകരം എനിക്ക് എന്താ കിട്ടിയേ? 40,000 ആണ് കിട്ടിയത്. ഓക്കെ. അപ്പൊ 30,000 കിട്ടുന്ന സ്ഥാനത്ത് 40,000 ആയി. അങ്ങനെയാണ് 90,000 ആയത്. ഓക്കെ. 30,000 കിട്ടുന്ന സ്ഥാനത്ത് 40,000 ആയി. അപ്പൊ എത്ര പെർസെന്റേജ് കൂടുതൽ കിട്ടിയെന്ന് കണ്ടുപിടിക്കുക. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 30,000 ഡിവൈഡഡ് ബൈ 40,000. ഒന്നുകൂടി പറയാം. ആ പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടാനുണ്ട്? 50,000 വരെ ഇവിടെ കിട്ടി. ഇനി ബാക്കി ഒരു 30,000 കിട്ടാണ്ട് അതിൽ നിന്ന് എത്ര കിട്ടി? 40,000. അപ്പൊ ആൻസർ വരാം ഈക്വൽ ടു 0.75 ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു 2 വർഷം എന്തായാലും എത്ര കിട്ടി? 50,000 കിട്ടി. മൂന്നാമത്തെ ഇയർ എഴുതാൻ പറ്റില്ല, 90,000 കിട്ടിയ കാരണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2 പോയിന്റ് സംതിങ് എഴുതാം. ആ പോയിന്റ് ആണ് ഇപ്പൊ ഈ കണ്ടുപിടിച്ചിരുന്നത്. 2.75 ഇയേഴ്സ്. ഓക്കെ. ഇനി എനിക്ക് മന്തിൽ വരണമെങ്കിൽ എന്ത് ചെയ്യാം? 2 വർഷവും 0.75 എങ്ങനെയാ മന്ത് ആക്കാം? ഒരു വർഷം നമുക്ക് 12 മന്ത് ഉണ്ട്. അപ്പൊ 12 ഇൻറ്റു 0.75 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മന്ത് കിട്ടും. അപ്പൊ 2 വർഷവും 9 മന്തും. ഇതാണ് നമ്മുടെ എന്ത്? പേ ബാക്ക് പീരീഡ്. ഇപ്പൊ ഇത് സാധാരണ പേ ബാക്ക് പീരീഡാ. ഇനി ഇന്നലെ ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡും ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാ ഇപ്പോ ഞാൻ പറഞ്ഞുതരാം. ഡിസ്കൗണ്ട് പേ ബാക്ക് ഇതുപോലെ എളുപ്പം തന്നെയാ. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണു? വീണ്ടും പ്രസന്റ് വാല്യൂ കാണണം. ഒന്നുകൂടി പറയാം. പ്രസന്റ് വാല്യൂ എങ്ങനെ കാണാം? ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ 10 ആണ് എന്റെ 10% ആണ് 6 എടുത്തേക്കണം. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അഥവാ ഇൻട്രസ്റ്റ്. ഓക്കെ. അപ്പോ ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1.1 റേസ് ടു എന്നിന്റെ പകരം എന്ത് ചെയ്യണു? ഞാൻ ഇയർ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാ? ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? എന്റെ എല്ലാ വർഷത്തിന്റെ ഡിസ്കൗണ്ട് ഫാക്ടർ കിട്ടി. ഇനി പി വി പ്രസന്റ് വാല്യൂ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഡിസ്കൗണ്ട് ഫാക്ടർ മൾട്ടിപ്ലൈ വിത്ത് ദി ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ ഇറക്കണ പൈസയും നമ്മൾ റിട്ടേൺ കിട്ടുന്നത്. ഓക്കെ.
നമ്മൾ ഇറക്കണ പൈസയ്ക്ക് നമുക്ക് ഔട്ട്ഫ്ലോ എന്ന് പറയാം. അപ്പൊ നമുക്ക് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആണ് സാധാരണ കൊടുക്കുക. റിട്ടേൺ കിട്ടുമ്പോൾ ഇൻഫ്ലോ ആണ്, അപ്പൊ അതിന് പോസിറ്റീവ് ക്യാഷ് ഫ്ലോയും കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ പ്രസന്റ് വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോ നമുക്ക് ഏകദേശം നോക്കുമ്പോൾ അറിയാം ഇവിടം വരെ നമുക്ക് എത്ര കിട്ടും എങ്ങനെ കണ്ടുപിടിക്കുക? ഈക്വൽ ടു സം ഓഫ് ഇത് മൊത്തം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 3 വർഷം എത്ര കിട്ടുന്നുണ്ട്? 73,000 വരെ കിട്ടി. പക്ഷെ നമുക്ക് എത്ര വേണ്ട? 80,000 ആണ് വേണ്ടത്. അപ്പോ ഇനി എത്ര കിട്ടാണ്ട്? ഈക്വൽ ടു 80,000 മൈനസ് 70. നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പൊ നമുക്ക് എത്ര കിട്ടാണ്ട്? 6,972 കിട്ടാണ്ട്. അതിന് പകരം നമുക്ക് എന്താ കിട്ടിയേ? 13,000 കിട്ടിയേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 6,972 ഡിവൈഡ് ബൈ 13,000, അതായത് 6,000 കിട്ടേണ്ട സ്ഥാനത്ത് 13,000 ആണ് കിട്ടിയത്. അപ്പൊ എത്ര പെർസെന്റേജ് കൂടുതൽ കിട്ടി? 0.5. അപ്പൊ നമുക്ക് ആൻസർ എന്ത് പറയാം? 1, 2, 3 3 വർഷം വരെ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 73,000 കിട്ടുന്നുണ്ട്. 4ാമത്തെ ഇയർ വരുമ്പോൾ നമുക്ക് അതിലും കൂടുതൽ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3.5 എന്ന് ആൻസർ പറയാം. അതായത് 3യും പിന്നെ ഈ കണ്ടുപിടിച്ച 0.5. ഈ 0.5 മന്തിലേക്ക് ആക്കുമ്പോൾ പകുതി മാസം എന്ന് പറയുന്നത് 6 മാസം. അപ്പം 3 ഇയേഴ്സും 6 മന്തും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ പേ ബാക്ക്. ഇനി നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് ഫാക്ടർ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഗൂഗിളിൽ പോവാം, എന്നിട്ട് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൽ നിങ്ങൾക്ക് ഒരു ഷീറ്റ് തരും. ആ ഷീറ്റിലായാലും നോക്കി എഴുതിയാൽ മതി. ജസ്റ്റ് പറക്കെടുത്ത് എഴുതിയാൽ മതി. ആ ഷീറ്റിന്റെ പേര് എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ടേബിൾ എന്നാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക? ഗൂഗിളിൽ പോയിട്ട് PV ടേബിൾ എന്നാ അങ്ങനെ ഉള്ളത് അടിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് തരും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് ഇപ്പൊ 10% ഇയർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു മിനിറ്റ്, കണ്ട ഇപ്പൊ 10% 0.0, 10% 0.0 ഇവിടെ കണ്ട ഈ സൈഡിൽ 10% 0.0 അല്ല 0.909, പിന്നെ 0.826, പിന്നെ 0.751. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് എടുത്തെഴുതാം. അത് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടിക്കണം? ഇക്വേഷൻ ചെയ്തിട്ടും കിട്ടിക്കണം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.